പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാർത്തയുടെ വൈകുന്നേരത്തിലേക്ക് ഓരോ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫോക്കസ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പാലക്കാട് നിന്ന് വരുന്നുണ്ട്. അതിലേക്ക് പോകണം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് കല്ലടിക്കോട് നിന്നാണ് ഈ വൈകുന്നേരം ഒരു ദുഃഖകരമായ വാർത്ത വരുന്നത്. 2 പേരെ അവിടെ ഒരു സ്കൂളിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വെടിയേറ്റു മരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ഒരു തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. മരുതൻകോട് സ്വദേശി ബിനു, നിതിൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ സ്കൂളിന് മുന്നിലാണ് മൃതദേഹങ്ങൾ കണ്ടിട്ടുള്ളത്. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്നാണ് ഈ നാടൻ തോക്കും കണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെടിയേറ്റു മരിച്ചു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. പ്രാഥമികമായും വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് അവിടെ നിന്ന് ചേരുകയാണ്. പ്രജിത്ത്, 2 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വെടിയേറ്റാണ് മരണം എന്ന് വ്യക്തമാകുന്നു. ഇവർ തമ്മിൽ ഉള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണോ? എന്താണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം? രേണുക, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ സമീപമുള്ള മരുതൻകാടിലാണ് സംഭവം നടന്നത്. പ്രദേശത്ത് ഒരു സർക്കാർ സ്കൂളിന് സമീപത്ത് റോഡിൽ ബിനു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബിനുവിനെയാണ് ആദ്യം കാണുന്നത്. സമീപത്ത് ഒരു നാടൻ തോക്കും കണ്ടെത്തി. നാട്ടുകാരാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവം നടന്നതിന് തൊട്ടടുത്താണ് നിതിന്റെ വീട്. നാട്ടുകാർ ഇവിടെ എത്തി നോക്കിയപ്പോൾ നിതിൻ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബിനുവും നിതിനും അയൽവാസികളുമാണ്. ഇവർ 2 പേരും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇവർ തമ്മിൽ ലഹരി ഇടപാട് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിന്റെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. ഒരാളെ വെടിവെച്ച് മറ്റൊരാൾ സ്വയം വെടിവെച്ചതായിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്നത്. പാലക്കാട് പോലീസ് മേധാവി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അജിത് കുമാർ IPS ആണ് കല്ലടിക്കോട് 3 ഏക്കറിൽ എത്തിയിട്ട് കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. തീർച്ചയായും. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്നതാണ് പ്രജിത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനവുമുണ്ട്. പ്രജിത്ത്, ഈ സംഭവത്തിന് ദൃക്സാക്ഷികളൊന്നുമില്ലേ? പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഒരു സ്കൂളിന് സമീപമാണ്. മാത്രവുമല്ല, ഒരു റോഡിൽ മരിച്ച നിലയിലാണ് ഒരു വ്യക്തിയെ കാണുന്നത്. ഇത് ഒഴിഞ്ഞ സ്ഥലമാണോ? ഇതിന് ദൃക്സാക്ഷികളൊന്നുമില്ലേ? ഈ വിവരം പുറത്തറിയാൻ വൈകിയോ? എന്താണ് അത് സംബന്ധിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ? പോലീസും നാട്ടുകാരും പറയുന്നതനുസരിച്ച് സമീപ പ്രദേശം ഒരു വനമേഖലയാണ്. അവിടെ ആളുകൾ, ജനവാസ മേഖല വളരെ കുറവാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂൾ. പക്ഷേ സ്കൂളിൽ നിന്നും കുറച്ച് ദൂരത്ത് ഏകദേശം ഒരു 500 മീറ്ററോളം സമീപത്താണ് മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. മൃതദേഹം ഒരു ചെറിയ പഞ്ചായത്ത് റോഡ് പോലെയുള്ള ചെറിയ റോഡാണ്. ആ റോഡിലാണ് മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. അതുവഴി വന്ന ആളുകളാണ് ഈ മരിച്ചു കിടക്കുന്നത് കണ്ട് കല്ലടിക്കോട് പോലീസിൽ അറിയിക്കുന്നത്. രേണുക, ആ റോഡിൽ രക്തം വാർന്ന നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഏറെ നേരം അവിടെ വെടിയേറ്റതിന് ശേഷം മൃതദേഹം കിടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ലഹരി ഇടപാട് എന്നത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ടോ? അത്തരമൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളാണോ ഇവർ? നാട്ടുകാർ എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നത്? ഈ 2 പേരും ഒരു വീടിന് മുന്നിലാണല്ലോ മരിച്ചു കിടക്കുന്നത്. ഈ 2 പേരും അടുത്തടുത്തുള്ളവരാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നോ? എന്തെങ്കിലും തർക്കം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? അതിന്റെ സ്ഥിരീകരണമുണ്ടോ? ഇവർ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് നാട്ടുകാരുടെ സംശയം മാത്രമാണ്. പോലീസ് അത്തരത്തിൽ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല രേണുക. അതുമാത്രമല്ല, ഇവർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാൻ എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ രേണുക. ശരി. എന്തായാലും എന്താണ് ഈ അക്രമം? ഒരാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ. 2 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. 3 ഏക്കർ മരുതൻകാട് സ്വദേശികളാണ് മരിച്ചത്. ബിനുവും നിതിനും ഇവർ സുഹൃത്തുക്കളാണ്, അയൽവാസികളുമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇവർക്കിടയിൽ
ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ട് എന്ന് നാട്ടുകാർ അല്ലെങ്കിൽ സമീപവാസികളുടെ സംസാരത്തിൽ നിന്നാണ് അത്തരമൊരു സൂചന ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ ഇത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നാടിനെ നടുക്കുന്ന സംഭവമാണ്. 2 പേർ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതൊരു സ്കൂളിന് 500 മീറ്റർ അകലെയാണ്. രക്തം വാർന്ന നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും എന്താണ് ഈ കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കുമൊക്കെ നയിച്ച കാരണങ്ങൾ. ഒരുപക്ഷെ ഇനി വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരിക. പ്രജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്കിനി ഫോക്കസ് വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എറണാകുളം തോപ്പുംപടി സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ തർക്കം. ഒരു അനസ് എന്ന വ്യക്തിയുടെ മകൾ ഹിജാബ് ധരിച്ചെത്തുന്നു. സ്കൂൾ അധികൃതർ അതവിടെ അനുവദനീയമല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പിതാവ് ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തി. SDPI പ്രവർത്തകരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. അവരുമായി വന്ന് ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ. അത് പിന്നീട് കോടതിക്ക് മുന്നിലെത്തുന്നു. കോടതി സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് വേണം വസ്ത്രധാരണം എന്ന ഒരു നിർദ്ദേശം നൽകുകയും സ്കൂൾ പ്രവർത്തിക്കാനുള്ള പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സ്കൂൾ 2 ദിവസം അവധി നൽകി. ഈ ഭീഷണിയെ തുടർന്ന് സ്കൂളിന് 2 ദിവസം അവധി നൽകിയതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ വലിയ വിവാദമായി മാറിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ സ്കൂളിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹിജാബ് ഇല്ലാണ്ട് തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ സമ്മതമാണ് എന്ന് ഈ കുട്ടിയുടെ പിതാവ് അനസ് വ്യക്തമാക്കിയിരിക്കുന്നു. സ്കൂളിന്റെ നിയമാവലി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നതാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇത് വെറുതെ ഉണ്ടായ ഒരു സമവായമല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും കോൺഗ്രസിന്റെ DCC തലത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും ഹൈബി ഈഡനും ഒപ്പം തന്നെ DCC പ്രസിഡന്റും മുൻകൈയെടുത്ത് സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്കൂളിന്റെ നിയമാവലി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ ഉള്ള സമ്മതമാണ് ഇപ്പോൾ പിതാവ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പിതാവ് ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. എല്ലാം ക്ലിയർ കട്ടായിട്ട് യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാൻ അത് ഏറ്റെടുത്തിട്ട് എന്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എന്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത് വർഗീയ പരാമർശം പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഞാൻ ഇവിടെ കൊടുക്കുന്നതല്ല. നിലവിൽ നാളെ സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ഇട നൽകരുത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തന്റെ കുട്ടി സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ച് സ്കൂളിലെത്താൻ സന്നദ്ധമാണ് എന്നത് പിതാവ് അറിയിക്കുന്നത്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂടി നടന്ന സ്കൂൾ അധികൃതരെ കൂടി പങ്കെടുപ്പിച്ച് നടന്ന ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശേഷമാണ് പിതാവിന്റെ ഈ പ്രതികരണം വരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഹൈബി ഈഡൻ MP ആണ്. ഹൈബി ഈഡൻ MP ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തെ വർഗീയമായി മാറ്റാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഹിജാബ് ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നത് പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പക്ഷേ സംഘപരിവാർ സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഹൈബി ഈഡൻ MP ഉയർത്തുന്നത്. BJP നേതൃത്വം അതിനുള്ള ശ്രമം നടത്തിയെന്നത് BJP RSS ശക്തികൾ ബോധപൂർവം അതിനുള്ള ശ്രമം നടത്തിയെന്നതാണ് ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വർഗീയമാക്കാൻ ആരെയും അനുവദിക്കില്ല. അതിന്റെ ഒരു തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് കൃത്യമായ ഇടപെടൽ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. കാരണം കൃത്യമായും ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് ഈ സ്കൂളിൽ ഈ കുട്ടി ജൂണിൽ ചേർന്നപ്പോൾ സാധാരണ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് വന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അതിനുശേഷമാണ് ഹിജാബ് ധരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അത് സ്കൂൾ അധികൃതർ വിലക്കുന്നു. അതിനുശേഷം പിന്നീടും അത്തരമൊരു ശ്രമം ഉണ്ടാവുകയും അതിനുശേഷമാണ് ഈ SDPI പ്രവർത്തകരുമായി വന്ന് സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നതാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. അതിനുശേഷം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. ഇതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. ഈ ഘട്ടം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അതിന് ഹൈബി ഈഡൻ MP മുൻകൈയെടുത്തിരിക്കുന്നു. ആ ചർച്ചയിലാണ്, മധ്യസ്ഥ ചർച്ചയിലാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ നിയമാവലി അനുസരിച്ചുകൊണ്ട് അവിടെ കുട്ടിയെ പഠിപ്പിക്കാം, ഈ സാഹചര്യം വർഗീയമായി മുതലെടുക്കാൻ അനുവദിക്കില്ല എന്നത് പിതാവ് പറയുന്നത്. പക്ഷേ ഇവിടെ അത്തരം ശ്രമങ്ങൾ നടന്നു എന്ന കാര്യം MP ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നു. ഹൈബി ഈഡന്റെ വാക്കുകൾ.
ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. പള്ളൂരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളിലെയും ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത്, അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും, മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർച്ചയായും എന്തായാലും അതൊരു നല്ല സൂചനയാണ് എന്നതാണ് ഹൈബി ഈഡൻ തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം ആ പിതാവ് സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന കാര്യം. പക്ഷേ ഇവിടെ വർഗീയമായി അതിനെ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടന്നു എന്ന കാര്യം ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ SDPI ആണ് അത്തരമൊരു നീക്കം നടത്തിയത് എന്നതാണ് BJP ആരോപിക്കുന്നത്. ഈ വിഷയം വർഗീയമാക്കാനും വഷളാക്കാനും ശ്രമിച്ചത് SDPI ആണ് എന്നതാണ് BJPയുടെ നിലപാട്. അനൂപ് ആന്റണിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സർക്കാർ ക്രൈസ്തവ സംഘടനകളുടെ അവകാശങ്ങൾക്ക് മുന്നിൽ, പ്രശ്നങ്ങൾക്ക് മുന്നിലൊക്കെ കണ്ണടയ്ക്കുകയാണ് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. SDPIക്ക് മുന്നിൽ സർക്കാർ മുട്ടിലിഴയുകയാണ് എന്നൊരു ആരോപണം കൂടി അനൂപ് ആന്റണി ഉയർത്തി. അല്ല, ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത് ആരാണ്? പോപ്പുലർ ഫ്രണ്ടും SDPIയും ചേർന്നല്ലേ ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത്? ശരിയാണ്, ബാൻ ചെയ്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ SDPIയുടെ പേരിൽ ഈ സ്കൂളിലെ ഒരു ചെറിയ വിഷയം അതിനെ വർഗീയവൽക്കരിച്ച് അതിനെ സംസ്ഥാന തലത്തിൽ ഒരു വലിയ വിഷയമാക്കിയത് അവരല്ലേ? അത് മാത്രവുമല്ല, ഈ SDPI പോലൊരു സംഘടനയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ ആരാണ്? കോൺഗ്രസും ഇടതുപക്ഷവുമല്ലേ? എന്തുകൊണ്ടാണ് SDPI ഇങ്ങനെ തഴച്ചു വളരുന്നതും SDPI ഇതുപോലെ ഓരോരോ വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുമ്പോൾ അവർക്കതിനുള്ള കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത്? അതിവിടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും SDPIക്ക് കുടപിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസും വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വർഗീയവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, SDPIയും അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പിണറായി സർക്കാരും കോൺഗ്രസുമാണ്. നമുക്കറിയാം, സാധാരണ ഒരു സ്കൂളിലെ ഒരു വിഷയമാണിത്. എല്ലാ സ്കൂളിനെയും ബാധിക്കുന്ന പോലെ തന്നെ ഓരോ സ്കൂളിനും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. നിങ്ങൾക്ക് ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ആരൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇതിനെ വർഗീയവൽക്കരിച്ച് സ്കൂളിലേക്ക് സമരം നടത്തുക, മാർച്ച് നടത്തുക, എന്നിട്ട് ഇതിനെ ഒരു വർഗീയ കളർ കൊടുക്കുക, ഇത് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടും SDPIയും ആണെങ്കിൽ അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും കോൺഗ്രസുമാണ്. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് അൽമായ കൗൺസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. സംഭവം മത തീവ്രവാദ സംഘടനകളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നതാണ് ഈ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് അൽമായ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അടിമത്തമാണ് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിന്റെ ഇടപെടലിനെതിരെ PTIയും രംഗത്ത് വന്നിരുന്നു. കാരണം ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നൊരു ആവശ്യം സർക്കാരിന്റെ ഭാഗമായ ചിലർ ഇടപെട്ട് നടത്തിയിരുന്നു എന്ന ഒരു കാര്യമാണ് PTI ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ക്രൈസ്തവ സംഘടനകളും സമാനമായ ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കുന്നത്. ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പലയിടങ്ങളിൽ പലതാവാം. ഇപ്പൊ ഇവിടെ SDPI ആണെന്ന് പറയുന്നു, ഇവിടെ SDPI ആണെങ്കിൽ മറ്റു പലയിടത്തും മറ്റു പല സംഘടനകളാവാം. അത് ഏക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. പല സംഘടനകളും നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്നുമല്ല, പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം, അതുപോലെ പ്രത്യേക പരിരക്ഷ, പ്രത്യേക
സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടണം. ആ രീതിയിൽ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും ഇവർ മുന്നോട്ട് വരുന്നത്. എന്നോട് ചോദിച്ച PTA ആയിട്ട് ബന്ധപ്പെട്ട വിഷയം. പക്ഷേ അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ഇവർക്ക് സമ്മർദ്ദമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ DEO ഓഫീസിൽ നിന്ന് എറണാകുളത്തുനിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ച് കയറ്റാനുള്ള എന്താ പറയുക എഴുതി കൊടുക്കണമെന്നുള്ള രീതിയിൽ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു സുമേഷ് എന്ന് പറഞ്ഞു. അവർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു, ഞങ്ങളിവിടെ കൂടിയാലോചിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ലെറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോകുക, ഞങ്ങൾ മറുപടി തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൽ ചെയ്തു, വിശദീകരണം ചെയ്ത് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ ഇപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് വിളിച്ച് സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം നമുക്ക് CBSE സ്കൂളിലേക്ക് 3 വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ DEO ആണ്. അപ്പോൾ DEO ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഒരു തടഞ്ഞു വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നതാണ് PTA അംഗം കൂടി ആയ വ്യക്തി നമ്മളോട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തും എന്നത് മന്ത്രി സൂചിപ്പിച്ചിരുന്നു. മാത്രവുമല്ല സ്കൂളുകളിൽ അവിടുത്തെ നിയമാവലി അനുസരിച്ചുള്ള വസ്ത്രധാരണമാണ് നടക്കേണ്ടത് എന്ന കാര്യം മന്ത്രി സൂചിപ്പിച്ചിരുന്നതാണ്. അതിനു മുമ്പ് തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും എന്താണ് സ്കൂളിലെ നിയമാവലി അത് പാലിക്കാൻ ഓരോ വിദ്യാർത്ഥികളും സന്നദ്ധരാകണം എന്നത് പറയുകയും ആ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്ന് കോടതി തന്നെ ഇടപെട്ട് പറയുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ വർഗീയമായി ഇതിനെ നേരിടാനുള്ള ഇടപെടലുകൾക്കെതിരെ ഉള്ള കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മോശം ഒരു പ്രവണതയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു വലിയ തർക്ക വിഷയമാണ്. പലയിടങ്ങളിലും ഇത് നമ്മുടെ സംസ്ഥാനത്തായാലും പുറത്തൊക്കെ ആയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. അത് നിയമ നടപടികളിലേക്കും നൂലാമാലകളിലേക്കും ഒക്കെ കടക്കാറുണ്ട്. ഇതിൽ കോടതികൾ പോലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരു അന്തിമ തീർപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ബോധപൂർവം ഇത്തരം വർഗീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അത് മുളയിലെ നുള്ളിക്കളയേണ്ടതും അനിവാര്യമാണ്. അത്തരമൊരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാതൃകാപരമായ ഇടപെടലാണ്. അതിൽ ഹൈബി ഈഡൻ MP-യുടേതുൾപ്പെടെയുള്ള ഇടപെടലുകൾ വളരെ പ്രശംസനീയമാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആണ് ഇപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറുകയും തുടർ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബോധപൂർവം ഇതിവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത്തരം അന്വേഷണം ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിലുള്ള അതൃപ്തി, ആ സ്ഥാനം ലഭിക്കാത്തതിൽ നിന്ന് മാത്രമല്ല തന്നെ ദേശീയ നേതൃത്വത്തിലേക്ക് മാറ്റുന്ന സമീപനത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അബിൻ വർക്കി. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ വ്യക്തിയെ കൊണ്ടുവരുന്നത്. ഒരു സമവായം എന്ന നിലയിലാണ് ഈ പ്രഖ്യാപനം. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി AICC നിയമിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കുകയും ചെയ്തു. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ ദേശീയ സെക്രട്ടറിമാരാക്കി കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ വന്നത്. അധ്യക്ഷ സ്ഥാനത്തിന് ഒരു ക്ലെയിം അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഐ ഗ്രൂപ്പ് ശക്തമായ സമ്മർദ്ദം തന്നെ അബിന് അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നതിനായി ചെലുത്തിയിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള തീരുമാനമാണ് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിലുള്ള
കൃത്യമായ അതൃപ്തിയാണ് ഇന്ന് അബിൻ വർക്കി മാധ്യമങ്ങളെ രാവിലെ 10 മണിക്കാണ് അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിലുള്ള അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു അബിൻ വർക്കി. പക്ഷേ ആ അതൃപ്തി പരസ്യമാക്കിയത് വളരെ പക്വമായ രീതിയിലായിരുന്നു. നേതൃത്വത്തിനോട് ഒപ്പം തന്നെ വിധേയനായി നിൽക്കുകയും അതേസമയം തനിക്ക് എന്താണ് നേരിട്ടിട്ടുള്ള അതൃപ്തി എന്നത് വ്യക്തമാക്കുകയുമാണ് അബിൻ വർക്കി ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ പ്രവർത്തനം തുടരാനുള്ള ഒരു അവസരം നേതൃത്വം സൃഷ്ടിക്കണം എന്നതാണ് അബിൻ വർക്കിയുടെ ആവശ്യം. അക്കാര്യം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരം ഒരു അവസരം നൽകണം. അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, കേരളത്തിൽ തുടർന്നും പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു ആഗ്രഹം ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട അബിൻ വർക്കി സ്ഥാനങ്ങളല്ല തനിക്ക് പ്രധാനം എന്നത് ആവർത്തിച്ച് പറയുന്നു. താൻ എന്നും കോൺഗ്രസ്സുകാരനാണ്. വളരെ വൈകാരികമായി ആണ് കോൺഗ്രസുമായിട്ടുള്ള അടുപ്പം, കോൺഗ്രസിനോടുള്ള സ്നേഹം എന്താണ് എന്നത് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. നേതൃത്വത്തിലെ പുനഃസംഘടന സംബന്ധിച്ച് അത് നേതൃത്വം എത്തിപ്പെട്ട നിഗമനങ്ങൾ അത് അവരുടെ സാഹചര്യങ്ങളും മറ്റുമാണ്. അതിലൊന്നും തനിക്ക് അതൃപ്തിയില്ല. പക്ഷേ തനിക്ക് സംസ്ഥാനത്ത് പ്രവർത്തനം തുടരാനുള്ള സാധ്യത നോക്കണം, അതാരായൊക്കെയാണ് താൻ ചെയ്യുന്നത് എന്നതാണ് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും BJP സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ്. ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ 2 നിർണായക തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ, ഈ നിർണായക ഘട്ടത്തിൽ ഇവിടെ തന്നെ പ്രവർത്തനം തുടരാനുള്ള അനുമതി തരണം എന്നൊരു അഭ്യർത്ഥനയാണ് അബിൻ വർക്കി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ പല ഘടകങ്ങൾ ഉണ്ടാകും എന്നത് അബിൻ വർക്കി പറയുന്നു. അപ്പോഴും ഒരു ചോദ്യം, എന്തുകൊണ്ട് അബിൻ വർക്കി തഴയപ്പെട്ടു എന്നതാണ്. പാർട്ടി പറഞ്ഞതെല്ലാം താൻ ചെയ്തിട്ടുണ്ട് എന്ന് അബിൻ വർക്കി പറയുന്നുണ്ട്. പാർട്ടി പറഞ്ഞത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് മാതൃകാപരമായി. അപ്പോൾ എന്തുകൊണ്ട് അബിൻ വർക്കി തഴയപ്പെട്ടു? അതിൽ പ്രധാനം ഒന്ന് ഗ്രൂപ്പാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായാണ് അബിൻ വർക്കി തഴയപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് സമുദായ സമവാക്യം എന്നതാണ്. സമുദായ സമവാക്യം കാരണമാക്കിക്കൊണ്ട് ഗ്രൂപ്പ് സമവാക്യം വരുത്താൻ വേണ്ടി അബിൻ വർക്കിയെ തഴഞ്ഞു എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്താണ് അബിൻ വർക്കിക്ക് പറയാനുള്ളത് എന്നത് കൂടി കേൾക്കണം. മറ്റൊന്ന്, ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് അതിൽ 1,70,000-ഓളം വോട്ട് നേടിയ വ്യക്തിയാണ് അബിൻ വർക്കി. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്ന് 1ാം സ്ഥാനത്തെത്തിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് മറ്റും ഒക്കെയായി പല ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുന്നു. അതിനുശേഷം പാർട്ടിക്ക് തന്നെ ഏറ്റവും മോശമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരുന്നത്. അതിന് പിന്നാലെ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് പിന്നീട് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ താൻ തഴയപ്പെടുന്നു എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ തഴയപ്പെടുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിനും
അബിൻ വർക്കിക്ക് മറുപടിയുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പാർട്ടി അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയാനാണ് അബിൻ വർക്കി ശ്രമിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പ്രകാരമാണ് വെറും മണ്ഡലം സെക്രട്ടറി ആയിരുന്ന തനിക്ക് ഈ സ്ഥാനം വരെ എത്താൻ കഴിഞ്ഞത് ആ ഒരു മാർഗനിർദ്ദേശം പിന്തുടർന്നതുകൊണ്ടാണ് എന്ന് അബിൻ വർക്കി പറയുന്നു. മറ്റൊന്ന് സമുദായമാണോ അബിൻ വർക്കിക്ക് വിനയായത് എന്ന ഒരു ചോദ്യം കൂടി മാധ്യമങ്ങൾ ഉയർത്തിയപ്പോൾ അബിൻ വർക്കിയുടെ മറുപടി ഇതായിരുന്നു. അതൊന്ന് കേൾക്കാം. ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കെ പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? മാധ്യമങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഒരു അർത്ഥത്തിൽ അച്ചടക്കത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ് അബിൻ വർക്കി ചെയ്തത്. അപ്പോൾ എന്താണ് അബിൻ വർക്കിക്കുണ്ടായിട്ടുള്ള പരിഭവം എന്നത് ഓരോ വാക്കുകളിലും നിഴലിക്കുന്നുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് മാനവരക്തമാണ് ഞങ്ങളിലുള്ളത്, അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയിൽ നിന്ന് സമുദായത്തിൻ്റെ പേരിലൊരു തീരുമാനം അങ്ങനെ ഉണ്ടായി എന്ന് കരുതുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ പോലും ആ ചോദ്യം മാധ്യമങ്ങൾക്ക് മുന്നിലോട്ട് തിരിച്ചു ചോദിക്കുകയാണ് അബിൻ വർക്കി ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രതിഷേധം എന്നതിനപ്പുറം വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് അബിൻ വർക്കിയുടെ വാക്കുകൾ നൽകുന്ന സൂചന. അത് അബിൻ വർക്കിയുടേതും ഐ ഗ്രൂപ്പിൻ്റെയും ഒക്കെ പ്രതിഷേധമാണ്. വലിയ സമ്മർദ്ദം അബിൻ വർക്കിക്കായി നടത്തിയിട്ടും അത് നടപ്പിലാകാതെ പോയതിലുള്ള ബുദ്ധിമുട്ടാണ്. ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അബിൻ വർക്കിയുടെ പ്രതികരണം വ്യക്തിപരം എന്നതാണ് VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. യോഗ്യനായതുകൊണ്ടാണ് ദേശീയ സെക്രട്ടറി ആക്കിയത് എന്നത് VD സതീശൻ പറയുന്നു. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ എന്ന ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കുകയാണ് KPCC അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലുമായി ഉപമിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ എങ്ങനെ പ്രവർത്തനം കൊണ്ടുപോകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉപദേശം KPCC അധ്യക്ഷൻ അബിൻ വർക്കിക്ക് നൽകുന്നത്. PJ കുര്യൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും അതെല്ലാവരും അംഗീകരിക്കണം എന്നതുമാണ് PJ കുര്യൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നേതാക്കളുടെ ഈ പ്രതികരണം നൽകുന്നത് ഒരു തിരുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല, ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നതാണ്. വളരെ പെട്ടെന്ന് ആ പ്രതികരണങ്ങൾ കൂടി കണ്ടുവരാം. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അവരൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത്. ആ ടീം നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ്, എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും. നല്ല ടീമാണ്, നന്നായി വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീമാണ്. അത് നന്നായി വർക്ക് ചെയ്യട്ടെ. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവര് ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ഇതൊന്നും ഞാൻ മറുപടി പറയുന്നു. അല്ല, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും. എനിക്ക് വളരെ എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ്. അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഉറപ്പായിട്ടും. നിരാശയുണ്ട്. എന്താ വെച്ചാല് പാർട്ടി പറഞ്ഞപ്പോ ജയിലിൽ പോയി, തല്ലുകൊള്ളാൻ പറഞ്ഞപ്പോ തല്ലുകൊണ്ട്, സമരം നയിക്കാൻ പറഞ്ഞപ്പോ സമരം നയിച്ചു. അല്ല, എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ. ഞാൻ 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. 250 കേസ് ഇപ്പൊ ഇവിടെ കാണിച്ചു തരാമല്ല. ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് 10-20 കേസുള്ള ആള്. ഇപ്പൊ മുഖ്യമന്ത്രി ഈ ജില്ലയിലേക്ക് കടന്ന അപ്പൊ തന്നെ പ്രിവന്റീവ് ഡീറ്റൻഷൻ എടുക്കണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഞാനിപ്പോ കാണിച്ചു തരാം. അതൊക്കെ എല്ലാ ജില്ലകളിലും എല്ലാം. അതൊന്നൊരു വിഷയമല്ലേ. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ, തീരുമാനത്തിൽ മാറ്റമില്ല. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അത് കോൺഗ്രസില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്.
അപ്പോൾ ഇതിൽ അബിൻ വർക്കിക്ക് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഹൈബീഡന്റെ ഭാഗത്തു നിന്നാണ്. ഹൈബീഡൻ പറയുന്നത് അധ്യക്ഷനാകാൻ യോഗ്യനായിരുന്നു അബിൻ വർക്കി, ദേശീയ നേതൃത്വമാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് എന്നതാണ് ഹൈബീഡൻ പറഞ്ഞിട്ടുള്ളത്. മറ്റ് നേതാക്കൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇത് പ്രത്യേകം പരിശോധിച്ച് ചെയ്ത കാര്യമാണ്, അത് തിരുത്തേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് തിരുത്തപ്പെടുക എന്നത് അസാധ്യമാണ്. പക്ഷേ അബിൻ വർക്കിയെ ഏതെങ്കിലും തരത്തിൽ അവർ സംരക്ഷിക്കുമോ, ഈ അതൃപ്തി മാറാൻ ഇടപെടലുണ്ടാകുമോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഐ ഗ്രൂപ്പിന്റെ പരാതി 1,70,000 വോട്ടുകൾ സമാഹരിച്ച് 2 വർഷം 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം നൽകേണ്ടിയിരുന്നത്. അങ്ങനെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു എന്നതൊരു പരാതി അവർ വെക്കുന്നു. ഒപ്പം OJ ജനീഷ് എന്ന് പറയുന്നത് 3ാം സ്ഥാനത്താണ്, വെറും 19,000 വോട്ടുകൾ മാത്രം സമാഹരിക്കാനായ വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു എന്നത്. മറ്റൊന്ന്, ഈ 72 കേസുകൾ അബിൻ വർക്കിക്ക് ഇവിടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിലും മറ്റും പങ്കെടുത്തുകൊണ്ടുണ്ട്. 72 കേസുകൾ. അപ്പോൾ അങ്ങനെ സമരം ചെയ്ത, സംഘടനയ്ക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിയെ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരിടത്തേക്ക് മാറ്റുന്നു. അത് ഒരു തരത്തിലും ഒരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നത് പറയുന്നു. സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി അബിൻ വർക്കിയുടെ സാധ്യത ഇല്ലാതാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. അപ്പോൾ ഇത് വലിയ പരാതിയായി തന്നെ ഇരിക്കുകയാണ്. ബിനു ചുള്ളിയിലിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിനു ചുള്ളിയിലിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിലും വലിയ അതൃപ്തിയാണ് ഉടലെടുക്കുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമല്ലാതിരുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആശ്വാസമാകുന്നത് ഷാഫി പക്ഷത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച അധ്യക്ഷ പദവിയിലേക്ക് OJ ജനീഷിനെ എത്തിക്കാനായതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. അവരുടെ ഭാഗത്ത് തന്നെ അധികാരം വീണ്ടും ഉറപ്പിക്കാനായി എന്ന വലിയ ആശ്വാസം അത് അവർക്ക് നൽകുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനുമായ കാസർഗോഡ് നിന്നുള്ള ജോമോൻ ജോസിനെയും പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷിന്റെ നോമിനിയായ അനു താജിനെയും യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കാൻ ചർച്ചകൾ തുടരുന്നു എന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. എന്നാൽ ഇത് ബിനു ചുള്ളിയിലിന്റെ പദവിയുടെ പകിട്ട് കുറയ്ക്കുമെന്നത് കണ്ട് എതിർ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കേണ്ട എന്ന തരത്തിലുള്ള എതിർ നീക്കങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള വലിയ ശക്തമായ വടംവലികളാണ്. അതിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ പരസ്യമായ ഈ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പാർട്ടിക്ക് വിധേയമായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന സൂചനകൾ നൽകുന്നു. പക്ഷെ ഒരു നിർണായക തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിൽ ആ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്, പ്രവർത്തിക്കേണ്ടവരാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നത് എന്നത് നമ്മൾ കാണണം. അപ്പോൾ ഇത് എങ്ങനെ പ്രതിഫലിക്കുന്നു താഴെത്തട്ടിലേക്ക് എന്നത് വളരെ പ്രധാനമാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന വ്യക്തി തഴയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇനി ഒരു പുതിയ നേതൃത്വം വന്ന് ഈ സംഘടനയെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോവുക ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രമാത്രം സാധ്യമാകും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. എന്തായാലും ഗ്രൂപ്പ് സമവാക്യങ്ങളും പിടിവലികളും ഒക്കെ എന്നും കോൺഗ്രസിന് തലവേദനകൾ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലും അത് തന്നെ ആവർത്തിക്കപ്പെടുന്നു. യുവജന സംഘടനയുടെ തലപ്പത്താണ് ഇത് വരുന്നത്. എന്തായിരിക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഒരു കാര്യം കൂടിയാണ് അബിന്റെ ഈ പ്രതിഷേധത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ അതും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് KPCC സെക്രട്ടറിമാരെയൊക്കെ നിശ്ചയിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു അക്കോമഡേഷൻ നൽകിക്കൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കം ഉണ്ടാകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അബിൻ വർക്കിക്ക് കേരളത്തിൽ തന്നെ പിണറായി വിജയനെതിരെ സമരം ചെയ്ത് പോകാനുള്ള ഒരു അവസരം നേതൃത്വം സൃഷ്ടിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതാണ് ആ സംഘടനയ്ക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും നല്ലത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അവർ എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഈജിപ്തിൽ നടന്ന സമാധാന ശ്രമങ്ങൾ കണ്ടതാണ്. ഗസയിൽ ഇപ്പോൾ സമാധാനം ഉടലെടുത്തിരിക്കുകയാണ്. 2 വർഷത്തെ വംശഹത്യയ്ക്ക് ശേഷം സമാധാനത്തിൻ്റെ പുലരികൾ
ഗസയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പക്ഷേ തീരാത്ത ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എത്ര ദിവസം ഈ വെടിനിർത്തൽ തുടരും എന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. വെടിനിർത്തൽ കരാറിൽ ഇന്നലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഹമാസ് നേതാക്കളുടെയും ഒക്കെ അസാന്നിധ്യത്തിലായിരുന്നു ഇത് ഒപ്പുവെക്കപ്പെട്ടത് എങ്കിൽ പോലും 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സമാധാന സാഹചര്യം ഉടലെടുക്കുന്നത് എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഈ സമാധാനം എന്നും നിലനിൽക്കും എന്ന് ട്രംപ് ഉറപ്പു പറയുന്നു. കരാർ രേഖ വളരെ സമഗ്രമാണ് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. കരാർ രേഖയിൽ എന്താണ് ഉള്ളത് എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് ട്രംപ് ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചത്. അമേരിക്കയും ഈജിപ്തും ഖത്തറും തുർക്കിയുമൊക്കെ ഈ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപാണ് ആദ്യം വെടിനിർത്തലിനെ കുറിച്ച് പറയുന്നത്. ട്രംപിൻ്റേതാണ് ഈ 20 ദിന പദ്ധതി. ട്രംപാണ് ഇപ്പോൾ അതൊരു ശാശ്വതമായിട്ടുള്ള സമാധാനമായിരിക്കുമെന്നത് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഇത് എത്ര നാൾ നിലനിൽക്കും എന്ന വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സ്വതന്ത്ര പലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാകുമോ എന്നത് രണ്ടാമത്തെ ചോദ്യം. ഇതൊന്നും സാധ്യമായില്ല എങ്കിൽ എങ്ങനെ സമാധാനം ഉടലെടുക്കും എന്നതാണ് പ്രധാന ചോദ്യമായി സംശയമായി ഇവിടെ നിലനിൽക്കുന്നത്. ആരാണ് പലസ്തീനെ മുന്നോട്ട് നയിക്കുക? പലസ്തീന് പുറത്തുള്ള ആ അധികാര ഘടനയെ പലസ്തീനികൾ അംഗീകരിക്കുമോ? അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് നയിക്കുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ അതിനും അപ്പുറം ഒരു ആശങ്ക അവിടെ ഉടലെടുത്തിരിക്കുന്നത് ബന്ദികളുടെ കൈമാറ്റം പോലും പൂർണ്ണതോതിൽ നടക്കുന്നില്ല എന്നതാണ്. പലസ്തീനികളുടെ കൈമാറ്റം ഇസ്രയേൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടത്തിയതാണ്. 250ഓളം വരുന്ന ജീവപര്യന്തം തടവുകാരെയും ഏതാണ്ട് 1900ഓളം വരുന്ന മറ്റ് യുദ്ധകാലയളവിൽ പിടിച്ചവരെയും ഒക്കെ വിട്ടുകൊടുത്തതാണ്. അവർ പലസ്തീൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തി. പക്ഷേ 20 ബന്ധികളെയാണ് ഹമാസ് ജീവനോടെ കൈമാറിയത്. ബാക്കിയുള്ളവരുടെ ഏതാണ്ട് 26ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ കൈമാറും എന്നതായിരുന്നു എഗ്രിമെന്റ്. അതിൽ 4 പേരെ മാത്രമാണ് ഹമാസ് ഇതുവരെ വിട്ടു നൽകിയത്. 4 മനുഷ്യരുടെ മൃതദേഹം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ഇസ്രയേലിൽ അതിനെതിരെ വലിയ രോഷം ഉയരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. മറ്റുള്ള മനുഷ്യരുടെ മൃതദേഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് ഹമാസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്നതാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സ്ഥിതി വളരെ ഗുരുതരമാക്കും എന്ന കാര്യങ്ങൾ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറിയതിൽ ഈ 4 പേരെയും ഐഡന്റിഫൈ ചെയ്തു എന്ന കാര്യം IDF സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഒരു നേപ്പാളിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നു. കൃഷിയുടെ പഠനത്തിനായി ഇസ്രയേലിലെത്തിയ നേപ്പാൾ വിദ്യാർത്ഥി ബിപിൻ ജോഷി ഹമാസ് തടങ്കലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് സ്ഥിരീകരിക്കുന്നത്. ബിപിൻ ജോഷിയുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട്. മൃതദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിച്ചു. അവിടെ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുവരും. നേപ്പാൾ അംബാസിഡർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ബിപിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. ബാക്കി ഉള്ള മനുഷ്യർ ബാക്കി 4 പേരിൽ ബാക്കിയുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഇസ്രയേലി പൗരന്മാരാണ് എന്നതാണ് IDF സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 26ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ ബന്ദികളാക്കിയവർ, അവർ തടങ്കലിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയവർ, അവരുടെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ 4 പേരുടെ മൃതദേഹം മാത്രം വിട്ടു നൽകുകയും ബാക്കിയുള്ളവരുടെ മൃതദേഹം നശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഇസ്രയേലി മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇസ്രയേലിലെ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ സമാധാന കരാറിലേക്ക് പോലും ഇസ്രയേൽ എത്തിപ്പെടുന്നത് എന്ന് നമുക്കറിയാം.
ബന്ദികളുടെ കൈമാറ്റം സാധ്യമാക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ ചെലുത്തി വന്ന സമ്മർദ്ദം വളരെ വലുതാണ്. അത് ഇസ്രയേലിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതാണ്. നെതന്യാഹു അയയാൻ തന്നെ കാരണം ഈ ബന്ദികളുടെ കൈമാറ്റമാണ്. അവിടെയാണ് ഈ 26 മൃതദേഹങ്ങൾ കൈമാറേണ്ടിടത്ത് 4 എണ്ണം മാത്രം നൽകുകയും ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ ഹമാസ് പുറത്തുവിടുന്നു എന്ന് ഇസ്രയേൽ ആരോപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമാധാന ദൗത്യം എത്ര വരെ പോകും, ഈ വെടിനിർത്തൽ എത്ര വരെ നീളും എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉടലെടുത്തിരിക്കുന്നു. കരാറിൽ നിന്നുള്ള പിന്മാറ്റമാണോ ഇത് എന്ന സംശയങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഇസ്രയേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു, വിമർശനങ്ങൾ ഉയരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഹമാസ് പലസ്തീനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നു. അവിടെ സായുധമായിട്ടുള്ള സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു എന്ന വിവരം വരികയാണ്. ഈ സായുധമായിട്ടുള്ള സേനകളെ, മനുഷ്യരെ ഇസ്രയേലാണ് അവിടെ ആധിപത്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന വലിയ ആരോപണം ഹമാസ് ഉയർത്തുന്നു. അവരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അവിടെ 30-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഇത് സമാധാനം തുടർന്നു പോകണമെങ്കിൽ സംയമനവും വാക്കുപാലിക്കലും വളരെ കൃത്യമായി നടക്കണം. അത് ഹമാസിനും ബാധ്യതയുള്ളതാണ്. പക്ഷേ ഹമാസ് അതിൽ നിന്ന് പിൻവലിയുന്നോ എന്ന സംശയങ്ങൾ ഈ മണിക്കൂറിൽ വളരെ ഗൗരവമായി ഉയരുന്നുണ്ട്. ഇസ്രയേലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്. ഇന്നലെയാണ് സമാധാന കരാർ ഒപ്പുവെച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഉയരുന്ന ഈ അസ്വാരസ്യങ്ങൾ സമാധാന കരാറിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. ബീഹാറിൽ ഒരു നിർണായക തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. 2 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് ഇനി അവസാനിക്കാൻ 3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നവംബർ 17-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുന്നത്. ആ ഘട്ടത്തിലും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കങ്ങൾ തുടരുന്നു എന്നതാണ് വിവരം. വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവിടെ ആരംഭിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യകക്ഷികളായ കോൺഗ്രസും RJDയും തമ്മിൽ പോലും സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ടുള്ള തീർപ്പുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനത്തിൽ വരുന്ന ആശയക്കുഴപ്പങ്ങൾ. അത് ബീഹാറിലും ആവർത്തിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 243 സീറ്റാണ് ബീഹാറിൽ ആകെയുള്ളത്. അവിടെ 135 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിൽ RJD മത്സരിക്കും എന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. 61 സീറ്റുകളിൽ കോൺഗ്രസ് എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് 65 സീറ്റുകൾ എന്ന ഒരു അവകാശവാദം ആവർത്തിച്ചുന്നയിക്കുന്നത് ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു തീർപ്പിലേക്ക് എത്തുന്നതിൽ തടസ്സമാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ 5 സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിനും RJDക്കും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്. 29 മുതൽ 31 സീറ്റുകളിൽ ഇടത് പാർട്ടികൾ എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു. ഇടത് പാർട്ടികൾ കൂടുതൽ സീറ്റ് എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 16 സീറ്റിൽ VIP-യും മത്സരിക്കും എന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ധാരണ. VIP-യെ സംബന്ധിച്ചും അവർക്ക് കൂടുതൽ സീറ്റുകൾ എന്നൊരാവശ്യം മുന്നോട്ട് വരുന്നു. അതാണ് ഇപ്പോൾ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു അന്തിമ തീർപ്പിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിൽ ഇന്ത്യ മുന്നണിക്ക് തടസ്സമാകുന്നത്. ഈ സീറ്റുകളിൽ തർക്കം ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ടത് RJDയും കോൺഗ്രസും തമ്മിലാണ്. ഈ 5 സീറ്റിനായുള്ള തർക്കമാണ് അവിടെ എത്തി നിൽക്കുന്നത്. 61 സീറ്റ് വരെ നൽകാം എന്നൊരു ധാരണയിലേക്ക് RJD എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ബെയ്സി, ബഹാദുർഗഞ്ച്, റാണിഗഞ്ച്, കാഹൽഗോൺ, സഹർഷ മണ്ഡലങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ഈ 5 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നതാണ് തർക്കത്തിലേക്ക് നയിക്കുന്നത്. 29 മുതൽ 31 സീറ്റുകളിൽ ഇടതു പാർട്ടികൾ എന്നത് തീരുമാനം. പക്ഷേ അവർക്കും കൂടുതൽ സീറ്റ് വേണം എന്നൊരാവശ്യം ഉന്നയിക്കുമ്പോൾ ഈ സീറ്റ് വിഭജനം തർക്കം പരിഹരിക്കാനാകാതെ നീളുകയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുന്നില്ല. വോട്ടറാധികാർ യാത്രയും രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണവും ഒക്കെ ബീഹാറിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ
എന്താണ് തടസ്സം എന്നത് നോക്കിയാൽ 2020 നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ് ഈ മുന്നണിയെ ആശങ്കയിലാക്കുന്നത്. അന്ന് 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു, പക്ഷേ ജയിച്ചത് വെറും 19 സീറ്റിൽ മാത്രമാണ്. കോൺഗ്രസിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെങ്കിൽ അവിടെ ഭരണമുറപ്പിക്കാൻ മഹാസഖ്യത്തിന് കഴിയുമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. വെറും 19 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയിരുന്നു. ഇത് വലിയ തിരിച്ചടി ബീഹാറിൽ കോൺഗ്രസിന് സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. അതുതന്നെയാണ് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സീറ്റ് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ 2020 കണക്കുകൾ അവർക്ക് തിരിച്ചടിയാകുന്നു. മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 18 മുതൽ 20 സീറ്റ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ സഹാനി തൃപ്തനല്ല എന്നൊരു കാര്യം വരുന്നു. പക്ഷേ നോക്കൂ, ഈ കാര്യങ്ങൾ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ BJP അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. 71 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പുറത്തുവിട്ടിരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിച്ച് പ്രചരണ പരിപാടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് BJP എന്ന സാഹചര്യം വരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമാകുന്ന ഒരേ ഒരു കാര്യം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നതാണ്. ഏതാണ്ട് 15% MLA-മാരെ ഇപ്പോൾ മത്സരിച്ച് ജയിച്ച MLA-മാരെ മാറ്റുമെന്നൊരു തീരുമാനം JDU പ്രഖ്യാപിച്ചിരുന്നു. ഇതിലാണ് വലിയ എതിർപ്പുണ്ടാകുന്നത്. ഇതിൽ ചിലർ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിനെതിരെ NDA-യിൽ നടക്കുന്ന തമ്മിലടി അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി എത്തുമ്പോൾ പോലും ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നത് ഒരു തരത്തിലും ശുഭകരമല്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ദേശീയ തലത്തിൽ എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിച്ച് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകേണ്ടുന്നതിന് പകരം തമ്മിൽ തല്ലുകയാണ് ഇന്ത്യ മുന്നണി അവിടെ എന്നതാണ് വിവരം. അവർ വിലപേശലുകൾ തുടരുന്നു എന്നതാണ് വിവരം. അത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നതാണ് മുൻകാല അനുഭവങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ സമവായത്തിലേക്ക് എത്തി വിലപേശലുകൾ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ സാഹചര്യം. മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ആഴ്ചയും അനിശ്ചിതത്വങ്ങളാണ്. വരും വരില്ല ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മാസം അടുത്ത മാസം എന്നതിലേക്ക് എത്തുമ്പോൾ വീണ്ടും അനിശ്ചിതത്വമാണ്. അർജന്റീനയിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ചാനലായ TYC ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തുവിട്ടത്. ഇവർ ആഫ്രിക്കയിലേക്കാണ് ആ സമയത്ത് പോകുന്നത് എന്നതായിരുന്നു ഈ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിയിലെ മത്സരത്തിന് പകരം ആഫ്രിക്കയിൽ മൊറോക്കയെ നേരിടാനാണ് അർജന്റീന ആലോചിക്കുന്നതെന്ന റിപ്പോർട്ട് വന്നു. ഇത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. അപ്പോൾ വീണ്ടും അനിശ്ചിതത്വം ഉയർന്നപ്പോൾ ആ വാർത്തകളൊക്കെ നിഷേധിക്കുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന അർജന്റീന-ഓസ്ട്രേലിയ സൂപ്പർ പോരാട്ടം നവംബർ 17 തന്നെ നടക്കുമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MT ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് തീയതികൾ സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. സംസ്ഥാന സർക്കാരിനും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചുവെന്നും മറിച്ചുള്ള എല്ലാ പ്രചരണങ്ങളും കളവാണ് എന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. അർജന്റീന കേരളത്തിലേക്ക് വരില്ലെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നഷ്ടമുണ്ടായാലും സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ടു പോകും എന്നതും ആന്റോ അഗസ്റ്റിൻ പറയുന്നു. GST കൂടിയത് ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിച്ചേക്കാം എന്ന ഒരു കാര്യം കൂടി പറയുകയാണ്. ന്യൂസ് 18നോടാണ് ആന്റോ അഗസ്റ്റിൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. 50,000-ൽ താഴെ ആളുകൾക്കാണ് പ്രവേശനാനുമതി. ഓസ്ട്രേലിയയ്ക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കൊച്ചിയിലെത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും സംഘാടകർ അറിയിച്ചു. മെസ്സി വരുമെന്നും മറ്റുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും ആവർത്തിച്ചുറപ്പിക്കുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MT. നടക്കുന്നത് കേരളത്തിലാണെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. AFA ഒറിജിനലായിട്ട് പറഞ്ഞു. ഇത് അവര് മാത്രമല്ലേ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വേറൊരു ടീം നമ്മളോട് കളിക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഫിഫ എന്ന് പറയുന്ന ഒരു ബോഡീന്റെ അണ്ടറിലാണ് ഈ രണ്ട് ടീമും കളിക്കുന്നത്. ഫിഫ ഒരു ഒഫീഷ്യൽ വിൻഡോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ കളി മാറ്റാൻ കഴിയില്ല.
അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നത്. ഒപ്പം ഈ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിച്ചേക്കാം എന്നൊരു കാര്യം പറയുന്നു. 50,000 ടിക്കറ്റുകൾ നിജപ്പെടുത്തും. അത് സുരക്ഷ കൂടി കണക്കിലെടുത്താണ്. നമുക്കറിയാം കരൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ 50,000 ടിക്കറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുമെന്നൊരു കാര്യം സൂചിപ്പിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കൊണ്ടുവരും എന്ന കാര്യം പറയുന്നു. മാത്രവുമല്ല മെസ്സിക്കൊപ്പം തന്നെ വലിയ ഒരു ഇവന്റ് കൂടി ഒരുക്കുകയാണ്. AR റഹ്മാൻ ഒക്കെ ഉൾപ്പെടുന്ന സംഗീത പരിപാടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞത്. ഇതുവരെ ₹1 സ്പോൺസർഷിപ്പ് സെല് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തെന്നറിയോ? മെസ്സി വരില്ല എന്നുള്ള പുകമറ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ടിക്കറ്റിൽ ഈ പറയുന്ന മുടക്ക് പോലെ തിരിച്ചു കിട്ടുമെന്നുള്ളത്, അത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം 500 കോടി രൂപയ്ക്ക് മേലെ തിരിച്ചു കിട്ടണ്ടേ. അത് മാത്രമല്ല, കേരളത്തിലെ ടാക്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ടാക്സ് എത്രയാണ്? സ്പോർട്സിന്റെ ടാക്സ് എത്രയാണെന്നറിയോ? 40% GST ആണ്. 25% എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. 65% ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ സ്പോൺസർക്ക് കിട്ടുന്നത് 35,000 രൂപയാണ്. സർക്കാരിന് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 65,000 രൂപ. എന്തായാലും ഒരു സ്പോൺസറുടെ എല്ലാവിധത്തിലുള്ള ആശങ്കകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കാം ഈ സാഹചര്യത്തിൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും മെസ്സി വരണം, അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. നമുക്ക് സ്പോൺസർ പറയുന്നത് വിശ്വസിക്കാം. മെസ്സി വരും കേട്ടോ എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോൾ നവംബർ 17 മെസ്സി ഇവിടെ ഉണ്ടാകും കളിക്കാൻ എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ ഒരുക്കങ്ങളും അവിടെ തകൃതിയായി നടക്കുകയാണ്. ഇനി നമുക്ക് സായന്ന സവാരിക്കാം. ഈ വൈകുന്നേരമായാൽ ചായക്കൊപ്പം എന്ത് കഴിക്കും എന്ന് ആലോചനകൾ തുടങ്ങും അല്ലേ? അപ്പോൾ ബട്ടർ ബണ്ണും ഡോണറ്റും ഒക്കെ എപ്പോഴും ചായക്ക് നല്ല കോമ്പിനേഷനാണ്. ഇതൊക്കെ കിട്ടുന്ന ഒരു കഫേയുണ്ട് എറണാകുളത്ത്. പക്ഷേ അത് ഒരു ഹോസ്പിറ്റലിനോട് ചേർന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഒരു കഫേയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളോട് ചേർന്ന് ഇത്തരം കഫേകൾ പരിചിതമായിരിക്കും പ്രേക്ഷകർക്കുമൊക്കെ. ഒരുപാടിടങ്ങളിൽ അത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നു. ആശ്വാസമാണ്. എപ്പോഴും രോഗം പറഞ്ഞ് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് ഇത്തരം ഭക്ഷണങ്ങൾ രുചിക്കാൻ കൂടി കഴിയുന്ന വൃത്തിയുള്ള നല്ല സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് വളരെ നല്ലതാണ്. എന്തായാലും എറണാകുളത്തെ ലിസി ആശുപത്രിയുടെ കഫേയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നത് ഡാനി പോൾ. ആശുപത്രി കഫേകളുടെ എല്ലാം രൂപവും ഭാവവും മാറുകയാണ്. വലിയ റെസ്റ്റോറൻറ്റുകളുടെ മെനുവിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് പലയിടത്തും അതെത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന തയ്യാറെടുപ്പുകളെല്ലാം എറണാകുളം ലിസി ആശുപത്രിയിലെ കഫേയിലേക്കാണ്. കിടിലൻ കേക്കുകളും പല രുചികളിലുമുള്ള പേസ്ട്രികളും 10 മണിയോടെ തയ്യാറാകും. ബട്ടർ ബണ്ണാണ് ഇതിൽ പ്രമുഖൻ. ഒരിക്കൽ കഴിച്ചാൽ അതിൻ്റെ രുചിയിൽ പെട്ടുപോകുമെന്നുള്ളതിനാൽ ആവശ്യക്കാർ വീണ്ടും എത്തും. നമ്മളിവിടെ ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല. നമ്മുടെ തന്നെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നതാണ്. വളരെ ഹൈജീനിക്കായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ബേക്കറി സ്റ്റാഫാണ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഒരാശുപത്രിയിൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ വേണമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലം അത് ആവശ്യപ്പെടുന്നു എന്നാണ് മറുപടി. ആശുപത്രികളിൽ സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളുണ്ട്. അവിടെയും കൂടിച്ചേരലുകളുണ്ട്. സാധാരണ ഒരു ആശുപത്രി ക്യാൻറ്റീനിൽ കിട്ടാവുന്നതിനപ്പുറം ഉണ്ടല്ലേ? അതിലേറ്റവും ബെസ്റ്റാണ്. കഴിച്ചതിൽ വെച്ചിട്ട് നല്ലതാണ് ഇപ്പോൾ ലിസിയിലെ ക്യാൻറ്റീൻ. രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന കഫേയുടെ പ്രവർത്തനം രാത്രി 9 വരെ നീണ്ടു നിൽക്കും. ലിസി മെഡ് സിറ്റിയിലാണ് ഈ കഫേയുള്ളത്. ഏറ്റവും മികച്ച രീതിയിൽ ഗുണമേന്മ നിലനിർത്തിയാണ് കേക്കുകളും മറ്റും ഉണ്ടാക്കുന്നത്. ആശുപത്രിയിൽ എത്തുന്നവർ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ആരാധകർ. ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ആശുപത്രിയുടെ ഭാഗമാണോ എന്ന് വിശ്വസിക്കാൻ വയ്യ. എന്തായാലും നാവിൽ വെള്ളമൂറുന്നു എന്ന് പറയാം. ഈ സമയം കൂടി ആയതുകൊണ്ടാകും. എന്തായാലും ഹൈജീനിക്കായിട്ടാണ് അവർ അവിടെ അത് സപ്ലൈ ചെയ്യുന്നത്. എന്തായാലും ആശുപത്രികൾക്കൊരു മാതൃക തന്നെയായി ലിസ് കഫേ മാറുകയാണ്. അപ്പോൾ
ഇത് നമുക്ക് പരിചയപ്പെടുത്തിയത് ഡാനിപ്പോളാണ്. ഈ റിപ്പോർട്ടോടുകൂടി നമ്മളുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.